ഹലോ എവ്രി വൺ. അപ്പോൾ ഈസ്റ്ററൊക്കെ അടുക്കാറായില്ലേ? എല്ലാവരും നോയമ്പെടുത്തെന്നൊക്കെ തോന്നുന്നു. ഞാനും നോയമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് മുറിക്കാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പം ഇന്ന് കൊഴുക്കട്ട ശനി. നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് എപ്പോഴും ഓർമ്മയില്ല. ബട്ട് ഈ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഫോട്ടോസ് ഇടുമ്പം എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞങ്ങൾ രാവിലെ ഇന്ന് പള്ളിയിൽ പോയി. അപ്പം പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേനും വീട്ടിൽ ഞാൻ നോക്കിയപ്പം വീട്ടിൽ അരിപ്പൊടി ഇല്ല. അപ്പം ഞാൻ അത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് മനസ്സിലാക്കിയത് വീട്ടിൽ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളില്ലാന്ന്. അങ്ങനെ പോയപ്പം ഞാൻ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങിച്ചു. സവോള ഇങ്ങനെയാണ് പോയത്. പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇന്ത്യൻ കടയിൽ പോയി. അവിടുന്ന് നമ്മുടെ ഗ്രാൻഡ് മാസിൻ്റെ റോസ്റ്റഡ് റൈസ് പൗഡർ തന്നെ കിട്ടി. അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്നു. അപ്പം തന്നെ വാങ്ങിച്ച ഫ്രൂട്ട്സ് കഴുകി എടുത്ത് വെക്കാൻ ഓർത്ത്. അല്ലേ അത് ഫ്രിഡ്ജിൽ ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പോൾ കഴുകി വെച്ചാൽ കഴിക്കാൻ എളുപ്പമാണെന്നോർത്ത് അത് എടുത്ത് കഴിക്കാം. അങ്ങനെ ഞാൻ അരിപ്പൊടിയിൽ അമ്മ പറഞ്ഞായിരുന്നു തിളച്ച വെള്ളം ഒഴിച്ച് ഇളക്കിയാൽ സോഫ്റ്റ് ആകത്തുള്ളൂന്ന്. പിന്നെ അമ്മയോട് പെട്ടെന്ന് ഫോൺ വെക്കേണ്ട വന്നുകൊണ്ട് ഞാൻ കുറച്ച് ഷാൻജിയോ ചേട്ടൻ്റെയും കൂടെ നോക്കി. ഷാൻജിയോ ചേട്ടൻ പറഞ്ഞു എന്തുവാ ജീരകവും കാർഡമോ ഒക്കെ ഇടാൻ. എനിക്ക് മടിയായതുകൊണ്ട് അതൊക്കെ പൊടിക്കാൻ വയ്യാത്തതുകൊണ്ടും ഞാൻ അതൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഫ്രോസൺ തേങ്ങയാണല്ലോ ഇവിടെ പച്ച തേങ്ങ കിട്ടും. അത് നാട്ടിൽ നിന്ന് വരുന്നത് ചിരണ്ടിയത് ഫ്രോസണാണ്. അപ്പം അത് ഞാൻ ഓവനിൽ വെച്ച് ചൂടാക്കി സെറ്റാക്കി എടുത്ത് ശർക്കര പൗഡർ ഉണ്ടായിരുന്നു. അപ്പം ശർക്കര ഇങ്ങനെ ചുരണ്ടേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതും എളുപ്പമായി. അപ്പം ഷാൻജിയോ ചേട്ടൻ പറഞ്ഞത് മെൽറ്റ് ചെയ്യാനാണ്. അപ്പം ഇത് ഓൾറെഡി പൗഡർ ആയതുകൊണ്ട് മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ വെട്ടിത്തിളച്ച വെള്ളം ഒഴിക്കണമെന്ന് അമ്മയും ഷാൻജിയോ ചേട്ടനും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കി കുറച്ച് ആഡ് ചെയ്ത് ഇളക്കാൻ തുടങ്ങി. നമുക്ക് ഈ സ്പൂൺ വെച്ച് അധികം ഇളക്കാൻ പറ്റത്തില്ലല്ലോ. തിളച്ച വെള്ളമായതുകൊണ്ട് കൈ വിടാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ നേരം സ്പൂൺ കൊണ്ട് കുറച്ച് ഇളക്കി ചൂട് കുറഞ്ഞപ്പോൾ ഞാൻ കൈ ഇട്ട് ഇളക്കി സെറ്റ് ചെയ്തെടുത്തു. ഓൾമോസ്റ്റ് സെറ്റാക്കി കുഴച്ചെടുത്തു. ആദ്യം കുഴച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം കൂടിപ്പോയെന്ന്. പിന്നെ ലേറ്റർ ഞാൻ ഒന്ന് ഉരുട്ടിയപ്പം എനിക്ക് ചെറിയ ഡൗട്ടുണ്ടായിരുന്നു വെള്ളം കുറഞ്ഞു പോയതുകൊണ്ട്. കാരണം നമ്മൾ ഈ ഉരുട്ടി കുറച്ച് നേരം വെക്കുമ്പോൾ എനിക്ക് അതിൻ്റെ മുകളിങ്ങനെ ഡ്രൈ ആവുന്ന പോലെ തോന്നി. പിന്നെ ഞാൻ ഈ ഷാൻജിയോ ചേട്ടനാണല്ലോ മെയിൻ. ഷാൻജിയോ ചേട്ടൻ കുഴി ഉണ്ടാക്കിയിട്ടാണ് ഈ ഫില്ല് ചെയ്തത്. അപ്പോൾ ഞാൻ കുഴി ഉണ്ടാക്കുമ്പോൾ സൈഡിൽ വിണ്ട് കയറുന്നുണ്ടായിരുന്നു വാട്ടർ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓരോ ബോൾസൊക്കെ ആക്കിയിട്ട് ഞാൻ ഓരോന്നിലും ഫില്ല് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ടാസ്ക് ആയിരുന്നു ഇത് തിരിച്ച് അടയ്ക്കാൻ വേണ്ടി. അടയ്ക്കുമ്പം തിരിച്ച് റൗണ്ടായിട്ട് വരണ്ടേ. ആദ്യം ഉരുട്ടി വെക്കുമ്പോൾ റൗണ്ട് വരും. എന്നിട്ട് കുഴി ഉണ്ടാക്കി ഫില്ല് ചെയ്തിട്ട് തിരിച്ച് ഫില്ല് ചെയ്യാൻ നമ്മൾ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന പോലെയാണ് ഞാൻ ഓരോ സൈഡിൽ നിന്നും പിച്ചിപ്പറിച്ച് അടച്ചുകൊണ്ടിരുന്നത്. സംഹൗ എല്ലാം ശരിയായി. അങ്ങനെ ഫൈനലി കൊഴുക്കട്ട വേവിക്കാൻ വെച്ചപ്പോൾ നമുക്കിങ്ങനെ ഷാൻജിയോടെ ഭയങ്കര വൈറ്റായിട്ടാണ് പുറവശമൊക്കെ ഇരുന്നത്. ഞാൻ ഈ അടയ്ക്കുന്ന സെയിം കൈ വെച്ച് അടച്ചടച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ശർക്കരയൊക്കെ പറ്റി ഭയങ്കര പെട്ടെന്ന് വെന്ത് കിട്ടി. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും തുറന്നപ്പോൾ നല്ലതായിരുന്നു കാണാൻ. എന്നുവെച്ചാൽ സന്തോഷമാണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊക്കെ മുറിച്ച് ചേച്ചിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ചേച്ചി വെന്തെന്ന് പറഞ്ഞു. അപ്പോൾ അപ്രൂവ്ഡായി. ഇത് കാണുന്ന ആരെങ്കിലും ഒക്കെ ശനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.